സ്റ്റാസിങ്ങിന്റെ വേദിയിൽ പാടിയിൽ വെച്ചിട്ട് ഒരു ഒരു നമുക്ക് പാടിയിട്ട് ഭയങ്കര സന്തോഷവും തൃപ്തിയും തോന്നിയിട്ടുള്ളൊരു പാട്ട് അതെന്റെ performance. ഫസ്റ്റ്, അത് ഞാൻ ഫസ്റ്റ് ഗോൾഡൻ സ്റ്റാർ കിട്ടിയ ഏതായിരുന്നു അത്? പെർഫോമൻസ് ചെമ്പക പുഷ്പസുവാസിലെ പണ്ടത്തെ യവനിക എന്ന മൂവിയിലെ ഒരു നാൾ നീ വിടയോതിയ കഥ ഞാൻ ഓർക്കുന്നു. ഇതിന്റെ ഒരു പാട്ട് കഴിഞ്ഞ ശേഷം ഒരു ചേച്ചി പറഞ്ഞതാണ് ഇത് ഒരു മാജിക്, വിധുവിന്റെ പാട്ടിൽ ഒരു മാജിക് സംഭവിക്കുന്നു. ശരിക്കും അതാരാണ് പറഞ്ഞത്? ചേട്ടാ അതെ, അതൊരു മാജിക് പലപ്പോഴും ഇതിന്റെ പാട്ടിൽ നമുക്ക് തോന്നാറുണ്ട്. ഇപ്പൊ വേറെ ഒരു സീസണിൽ കിട്ടാത്തൊരു ഭാഗ്യം സീസൺ 10 ഉള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ചിത്രാവിന്റെ ബർത്ത്ഡേ ആയിരുന്നു, ബിഗ് ബോസ് ലോഞ്ചിന്റെ ഒക്കെ ഭാഗമായിട്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡ്? അയ്യോ, അതൊന്നും പറയണ്ട, അടിപൊളിയായിരുന്നു. ലാലേട്ടനെ നേരിട്ട് കാണുക എന്നുള്ളതൊക്കെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ്. നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ലാലേട്ടനെ പുറത്തൊക്കെ തൊട്ടൊക്കെ നോക്കി. ജഡ്ജസിൽ ആരായിട്ടാ കൂടുതൽ ഒരു ഐക്യം? അല്ല, ഐക്യന്നില്ല, ഏറ്റവും കൂടുതൽ കമ്പനി ആയിരുന്നു. ഞാൻ എപ്പോഴും ഫോട്ടോ കാണുന്നത് ചിത്രാമന്റെ കൂടെയാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ചിത്രാമന് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. എത്ര ഫോട്ടോ ഇട്ടാലും ഇഷ്ടമാണ്. പേടി, ചെറിയൊരു പേടിയുണ്ട്. അടുത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു പേടിയാണോ? പേടിയല്ല, ഒരു നമുക്കൊരു റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു, ഏത് പ്രായത്തിലാന്നറിയില്ല, വളരെ ചെറിയ കുട്ടിയായിരുന്നു, ഒരു കുഞ്ഞി വിധുരാജായിരുന്നു. 6ൽ പഠിക്കുന്ന സമയത്ത് അത് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ട് കാണിച്ചു. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാള് ആൻഡ് ചെറിയ കുട്ടിയെ, പക്ഷെ അത് നമ്മുടെ കയ്യിലുള്ള ചെരവൊക്കെ വെച്ചിട്ടാണ് എനിക്കത് വയലിനായിട്ടൊക്കെ യൂസ് ചെയ്താണ് പാടുന്നത്. നമ്മൾ എവിടെ പോയാലും നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്രണ്ട് ടീം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ, ജോയല്, റോബിന്, ഞങ്ങൾ 3 പേരുമായിരുന്നു അന്നും ഇന്നും. വീട്ടില് നാട്ടിലൊക്കെ എന്താ ശരിക്കും അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയോ? ഇപ്പൊ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിനൊക്കെ വീട്ടിൽ അവിടുന്ന് നാട്ടിൽ നിന്ന് വിളിക്കാറുണ്ടല്ലോ അവിടുത്തെ. അപ്പം ഈ നമ്മുടെ അടുത്ത് പനച്ചിക്കാട് അമ്പലമുണ്ട്. അപ്പൊ ഈ വരുന്ന നവമിക്ക് കലാപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഞാനാണ്. വലിയ ഭാഗ്യം ഉണ്ടായി. ടർബോ സാറിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടോ ഷോ ഡയറക്ടറിന്റെ? സോ അദ്ദേഹം എപ്പോഴും നമ്മുടെ ആ ടീമിൽ മുഴുവനും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാണ് സെറ്റിൽ? എങ്ങനെയാണ് സെറ്റിൽ? സാറ് ഭയങ്കര അടിപൊളിയാണ്. സാർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ സാറിന്റെ മുന്നത്തെ റിയാലിറ്റി ഷോസ് എല്ലാം ഹിറ്റ് ആയിരുന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കിയാൽ അറിയാം സാറിന്റെ അറിയാം. സാർ ഭയങ്കര സപ്പോർട്ട്. സാറിന് നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് സാറിന് പറയാം. അതാണ് സാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഫേവറേറ്റ് ഡുവറ്റ് പാർട്ട്ണർ? കൃഷ്ണശ്രീ ആയിട്ട് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? കൃഷ്ണശ്രീയായിട്ട് ഞങ്ങൾ റീൽ ചെയ്തു. എൻ്റെ ഉള്ളിൽ ചിരി നേർത്തു പടരും വരെ മഴ ഞാനറിഞ്ഞിരുന്നില്ല, നിന്റെ കണ്ണുനീരെന്നുള്ളിലുതിരും വരെ. ഹായ്, ഹലോ, നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്റ്റാർ സിംഗർ സീസൺ 10 ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഓൾറെഡി ഇപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് സിംഗർ ആയിട്ട് മാറിയിരിക്കുകയാണ്. വിധുരാജാണ് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. വിധുരാജിനെ കിട്ടിയ സ്ഥിതിക്ക് ആദ്യം തന്നെ ഒരു 4 വരി പാട്ടോടുകൂടി നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? ഏതൊരു ഇഷ്ടമുള്ള ഒരു പാട്ട് പഠിക്കാം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോലക്കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ. ഇത് ആദ്യം തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങോട് കൂടിയിട്ടാണ് പാടുന്നത്. ഇതാണ് ഞാൻ ആദ്യം ഫസ്റ്റ് പാടുന്ന പാട്ട്. ഓഡിഷൻ കഴിഞ്ഞിട്ടുള്ള റൗണ്ടില് പക്ഷെ എന്തായാലും വീണു എല്ലാവരും. ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് ഞാനും വീണു. ഇപ്പം ഈ സംഗീതം ഇഷ്ടമുള്ള അല്ലെങ്കിൽ പാടാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും സ്റ്റാർ സിംഗർ പോലത്തെ ഒരു വേദി ഒരു ഡ്രീം ആയിരിക്കും. സീസൺ 10 ഒരു ഭാഗമായിരിക്കുകയാണ്. സോ ഈ ഒരു വേദി പണ്ട് മുതലേ ആഗ്രഹമാണോ? എങ്ങനെയാണ് സ്റ്റാർ സിംഗർ വേദിയിൽ എത്തുന്നത്? സ്റ്റാർ സിംഗർ ഇപ്പൊ എല്ലാവരും വീട്ടിലാണെങ്കിലും എല്ലാവരും കാണുന്ന, എല്ലാവരും നമ്മളെല്ലാം കാണുന്ന പ്രോഗ്രാം. അപ്പം ചെറുപ്പം തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വരണം, പാട്ട് പാടണം, ഇവരുടെ മുമ്പിലൊക്കെ ചിത്രാമ്മയുടെ ഒക്കെ മുമ്പിൽ പാട്ടൊക്കെ പാടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി മൾട്ടിമീഡിയ ആയിരുന്നു. എനിക്ക് ആ ഒരു ഫീൽഡിലായിരുന്നു താല്പര്യം. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. അപ്പോൾ അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്തൊന്നും പാട്ടായിട്ട് അങ്ങനെ ടച്ചില്ലെന്നല്ല, റീൽസ് ചെയ്തിടുന്നല്ലാതെ എനിക്കങ്ങനെ പാട്ടായിട്ട് പ്രോഗ്രാംസിനൊന്നും പോകാതെ മൊത്തം ഈ ഒരു ഫീൽഡായിരുന്നു, ക്യാമറ ഫീൽഡായിരുന്നു ആദ്യം.
അപ്പോൾ അതിനിടയ്ക്കാണ് എന്നോട് ഇങ്ങനൊരു സ്റ്റാർ സിംഗറിൻ്റെ സീസൺ 10 ഓഡിഷന് അപ്ലൈ ചെയ്യാൻ വീട്ടുകാർ പറഞ്ഞു, അച്ഛനും അമ്മയും പറഞ്ഞു. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്തു. അങ്ങനെ സെലക്ഷൻ കിട്ടി, നമ്മുടെ സീസൺ 10 ഒരു ഭാഗമായി. അതെ, ഏകദേശം 6300 അധികം പേര് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ 18 പേരെ സെലക്ട് ചെയ്തത്. ഓൾറെഡി വീട്ടുകാരെ പുഷ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർ സിംഗറിന്റെ ഓഡിഷനിൽ പോകുന്നത്. ആൻഡ് സെലക്ഷൻ കിട്ടിയപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു ശരിക്കും ഫാമിലിയുടെ? അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. കാരണം ഞാനിങ്ങനെ പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് അല്ലായിരുന്നു പാട്ടിലേക്കുള്ളൊരു, അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടി ആയിരുന്നല്ലോ ഈ ജോലി, മീഡിയയിൽ നമ്മൾ പോകുന്നു. അതിൽ എഡിറ്റർ എന്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഞാൻ പ്രൊഡക്ഷനിലായിരുന്നു. സോ അത് വിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓൾറെഡി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടിട്ടില്ല, ഒരു പാഷൻ എന്നോളം കൂടെ കൂട്ടിയിട്ടുണ്ട്. സോ ഇത് രണ്ടും എങ്ങനെയാ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്യണോ അതിന്റെ കൂടെ നമ്മൾ പാഷനും കൊണ്ടുപോകാൻ എല്ലാവർക്കും പറ്റില്ല, അത് എളുപ്പമുള്ള പരിപാടിയല്ല. ഞാനിങ്ങനെ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ടൈം ഉണ്ടായിരിക്കുമല്ലോ, ആ ടൈമിൽ ഫുൾ ടൈം ഞാൻ ഇതിലാണ്, പാട്ടിലാണ് ഇരിക്കുന്നത്. അപ്പം ആ ടൈമിലാണ് ഞാൻ റീൽസ് ചെയ്യുന്നതൊക്കെ, പാട്ടൊക്കെ പാടി റെക്കോർഡ് ചെയ്യുന്നതൊക്കെ. അങ്ങനെയാണ് 4 മാസം അല്ലേ? 4 മാസം. ഈ 4 മാസത്തിനുള്ളിൽ വിധിരാജിന്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? മാറ്റങ്ങൾ, ഞാൻ ഒരുപാട് പാട്ടുകൾ, പുതിയ പുതിയ പാട്ടുകൾ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റാർ സിംഗർ വരുന്നതിന് മുമ്പ് ഞാനൊരു പാട്ട് പഠിക്കുമ്പോൾ ഇപ്പം ജസ്റ്റ് ട്യൂണൊക്കെ കേട്ട് പഠിക്കുന്നേ ഉള്ളത്, പിന്നെ അത് എവിടെയെങ്കിലും പോയി പാടും, അങ്ങനെ ആ ഒരു ഇതായിരുന്നു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ആ പാട്ടിൻ്റെ ഡീറ്റെയിലിങ്ങിനെ പറ്റിയും ആ പാട്ട് കൂടുതൽ നമ്മൾ ഇപ്പം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മുടെ മെന്റേഴ്സ്, നമ്മളൊരു പാട്ട് പാടുമ്പോൾ മെന്റേഴ്സ് പറഞ്ഞു തരും നമുക്ക്. എൻ്റെ മെന്റർ അശ്വിനാണ്. അപ്പം അവർ വഴിയൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഇങ്ങനെ പഠിക്കാൻ പറ്റി. ഈ പാടുന്ന പാട്ടുകളൊക്കെ സെലക്ഷൻ ഒറ്റക്കാണോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവോ? എൻ്റെ അച്ഛനാണ് ആദ്യമൊക്കെ പാട്ട്, ഞാൻ ഈ ഫസ്റ്റ് ഗോൾഡൻ അടിച്ച പാട്ട് ചെമ്പ പുഷ്പം, ആ പാട്ടൊക്കെ സെലക്ട് ചെയ്തത് അച്ഛനാണ്. അച്ഛൻ്റെ ഫേവറേറ്റ് സോങ് ആണ് അതൊക്കെ. അപ്പോൾ ആ പാട്ട് അച്ഛനാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഇങ്ങോട്ടുള്ള പാട്ടുകളൊക്കെ മെന്റേഴ്സിൻ്റെ ചോയ്സും ഉണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ള പാട്ട് അവരോട് പറയാം. അപ്പം റൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാടാം. എനിക്ക് ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര ആരാധനയാണ്. കാരണം കോട്ടയത്ത് നിന്ന് ഇപ്പൊ എറണാകുളത്ത് വന്ന് സ്റ്റാർ സിംഗർ പോലെ വേദിയിൽ ഇപ്പം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിംഗറായിട്ട് മാറിയിരിക്കുക. ആൻഡ് നാട്ടിലൊക്കെ എന്താ ശരിക്കും അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയോ? ഇപ്പൊ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിനൊക്കെ അവിടുന്ന് നാട്ടിൽ നിന്ന് വിളിക്കാറുണ്ടല്ലോ അവിടുത്തെ. ഇപ്പം ഈ നമ്മുടെ അടുത്ത് പനച്ചിക്കാട് അമ്പലമുണ്ട്. അപ്പൊ ഈ വരുന്ന നവമിക്ക് കലാപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഞാനാണ്. വലിയ ഭാഗ്യം ഉണ്ടാകും. അത് നമ്മുടെ സ്വന്തം നാട്ടിലും കൂടി അതിന് സന്തോഷം ഭയങ്കര ഇരട്ടിയായിരിക്കും. സോ ഇനി എത്ര ഇനാഗ്രേഷൻ ചെയ്യാനിരിക്കുന്നു, 4 മാസം കൊണ്ട് ഇത്ര വലിയ മാറ്റമാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത്? ഇപ്പം എല്ലാവർക്കും സിനിമയിൽ പാടുക അല്ലെങ്കിൽ സിനിമയിൽ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുക പറയുന്നത് ഒത്തിരി ഒരു ഡ്രീം തന്നെയാണ്. സോ എപ്പോഴും അതൊരു ആഗ്രഹമായിട്ട് എപ്പോഴും കൂടെ ഉണ്ട്. അപ്പൊ 5ാം ക്ലാസ് തൊട്ട് പാട്ട് പഠിക്കുന്ന, 5 വയസ്സ് തൊട്ട് 5ാം ക്ലാസ് മുതൽ. അപ്പൊ എവിടെയൊക്കെയാണ് പാട്ട് പഠിച്ചത് ശിക്ഷണമൊക്കെ? ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് വീടിന്റെ അടുത്തുള്ളൊരു ടീച്ചറുണ്ട്, പ്രേമ ടീച്ചർ എന്ന് പറഞ്ഞു. ടീച്ചറിന്റെ അടുത്താണ് ഞാൻ അരങ്ങേറ്റം വരെ ഞാൻ ടീച്ചറിന്റെ അടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മെയിൽ ആയതുകൊണ്ട് നമ്മൾ വോയിസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മാറണമല്ലോ. അപ്പം ടീച്ചറിന്റെ അടുത്തുനിന്ന് ഞാൻ വീരമണി കോട്ടയം കെ വീരമണി എന്ന് പറഞ്ഞ സാറിന്റെ അടുത്തേക്ക് ഞാൻ മാറി. അവിടെ ഒരു 7-8 വർഷം പഠിച്ച് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലിയൊക്കെ കിട്ടി. പിന്നെ പാട്ട് പഠിക്കാതെ കുറേ നാൾ പാട്ട് പഠിക്കാതെ പോയി. പിന്നെ പഠിക്കാൻ തുടങ്ങിയത് സ്റ്റാർ സിംഗറിന് തുടങ്ങുന്നതിന് 2-3 മാസം മുമ്പാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത്. അത് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു ഷിബു കെ രാജു എന്ന് പറയും, സാറിൻ്റെ അടുത്താണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാട്ട് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ പാട്ട് പഠിക്കണം ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങി. അതുപോലെ ശബ്ദം നന്നായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്ന ഒരാളായിരുന്നു. സ്റ്റാർ സിംഗർ കയറിയ പിന്നെയാണ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം ഞാൻ വർക്ക് ചെയ്ത ഫീൽഡ് വീഡിയോ, അപ്പം വെയിൽ കൊണ്ട് നടന്ന് ആ ഒരു നമുക്ക് ഫീൽഡ് വർക്ക് ഉണ്ട്, അങ്ങനെ വർക്കൊക്കെ ചെയ്ത് നടന്നതാണല്ലോ. അപ്പം നമ്മൾ സൗണ്ടൊന്നും കൂടുതൽ കെയർ ചെയ്യാറില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് കൂടുതലും സൗണ്ട് കെയർ ചെയ്യാൻ തുടങ്ങിയത്. എനിക്കത് അവിടെ ഉള്ളവർക്ക് പാട്ടിന് കുറച്ച് പേർക്കൊക്കെ അറിയും തോന്നുന്നു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. പിന്നെ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ബ്ലൂ സ്റ്റിക്ക് മീഡിയ എന്ന് പറയുന്നത്. അത് ഭയങ്കര, ഇപ്പം സാധാരണ നമ്മൾ പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ടേ നോട്ടീസ് പീരീഡ് ഉണ്ടായിരിക്കുമല്ലോ, നോട്ടീസ് പീരീഡ് ഉണ്ടല്ലോ ഇത്ര നാളെ നിൽക്കണം എന്നുള്ളത്. അപ്പം ഞാനിപ്പോ എനിക്ക് ആണെന്ന് തോന്നി, ഞാനാണെന്ന് തോന്നി, എനിക്കറിയാം നോട്ടീസ് പീരീഡ് കുറച്ച് ഒരിക്കൽ ഒരാഴ്ച
നിന്നില്ല. ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് ഇറങ്ങി പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഭയങ്കര സപ്പോർട്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കണ്ടു യൂട്യൂബില്, അവര് ഭയങ്കരമായിട്ട് യാത്രയപ്പ് നടത്തുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആരുടെയും കൂടെ പാടണം, ഇന്ന ആളുടെ മുമ്പിൽ ഞാൻ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സിംഗറുടെ കൂടെ പാട്ട് പാടണം, അല്ലെങ്കിൽ സ്റ്റേജിലോ അല്ലെങ്കിൽ സിനിമയിലോ എന്തെങ്കിലും അങ്ങനെയുള്ള സോങ് പാടണം എന്ന് ആഗ്രഹം ഉണ്ടോ? എൻ്റെ എല്ലാ സിംഗേഴ്സിൻ്റെ പോലെ തന്നെ എനിക്ക് ദാസാറിൻ്റെ SPB സാറിൻ്റെ മുമ്പിൽ പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് പണ്ട് ഞാൻ കൈരളിയിലൊരു ദേവരാജ സന്ധ്യ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവർ രണ്ടും വന്നപ്പോഴത്തേക്ക് എനിക്ക് അവരുടെ കൂടെ നിന്ന് പാടാൻ പറ്റി. കൂടെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു പിള്ളേർ. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് ദാസാറിൻ്റെ SPB സാറിൻ്റെ തൊട്ടടുത്ത് എന്നിട്ട് അവരുടെ കൂടെ പാടി. കോറസ് കാട്ടുകുയില എന്നുള്ള പാട്ടിന്റെ കോറസ് ഇങ്ങനെ ഞങ്ങളിങ്ങനെ. അത് വലിയൊരു ഭാഗ്യമായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ ഉള്ളൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ രാജാ സാറിനെ ഒന്ന് കാണണം, അടുത്ത് നിന്നൊരു പാട്ടൊക്കെ പാടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നടക്കട്ടെ. ആരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നാഗ്രഹം? മ്യൂസിക് ഡയറക്ടർ? എനിക്ക് എല്ലാവരുടെ കൂടെ വർക്ക് പിന്നെ അതെ, പാട്ട് പാടുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യം. അതെ, എങ്കിലും ഇന്ന ആളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു സന്തോഷമായിരിക്കും. അങ്ങനെ തോന്നിയത് എനിക്ക് രാഹുലേൻ്റെ കൂടെ വർക്ക് ചെയ്യണം തോന്നിട്ടുണ്ട്. പിന്നെ കൈലാസ് പിന്നെ സുഷീൻ, ജെയ്ക്സ് ബിജോയ്, അങ്ങനെ എല്ലാരും കൂടെ നമുക്ക് വർക്ക് ചെയ്യണം എന്നൊക്കെ. ശരിക്കും പാട്ട് കൊച്ചിലെ മുതലേ പഠിച്ചിട്ടുണ്ട്? എങ്ങനെയാ? ഞാൻ 5ാം ക്ലാസ് തൊട്ട് പാട്ട് പഠിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഈ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വീണ്ടും തുടങ്ങി. ഇപ്പൊ സ്റ്റിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഉണ്ട്, വളരെ എനിക്ക് ഏത് പ്രായത്തിലാന്നറിയില്ല, വളരെ ചെറിയ കുട്ടിയായിരുന്നു, ഒരു കുഞ്ഞി വിദുരാജായിരുന്നു. 6ൽ പഠിക്കുന്ന സമയത്ത് അത് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ട് കാണിച്ചു. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാള്, ആൻഡ് ചെറിയ കുട്ടിയെ, പക്ഷെ അത് നമ്മുടെ കയ്യിലുള്ള ചെരവൊക്കെ വെച്ചിട്ടാണ്, എനിക്കൊന്ന് വയലിനായിട്ടൊക്കെ യൂസ് ചെയ്താണ് പാടുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കലാതിലകമായിരുന്നോ ഈ പാട്ടിലും ഡാൻസിലൊക്കെ? ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് വിടും പാട്ട് പാടാനൊക്കെ പറഞ്ഞിട്ട്. എല്ലാ ഫംഗ്ഷൻസിനും തന്നെ കയറ്റിങ് വിടും. അപ്പൊ അങ്ങനെ ഭയങ്കര ഓൾ ഇൻ ഓൾ ഡാൻസിനും ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർസിൽ പതിയെ പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന വിദ്യരാജിനെ കൂടെ കാണാം. ഞാനങ്ങനെ മെലഡി ആണ് ഏറ്റവും കൂടുതൽ പാടാറുള്ളത്. എനിക്ക് ഫേവറേറ്റ്, എനിക്ക് എൻ്റെ മെലഡീസ് ആണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ ആ ഒരു ജോണറാണ് ഞാൻ കൂടുതൽ പാടാറുള്ളത്. അപ്പം ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ പാടിയത് മറ്റേ വന്ദേണ്ട പാൽക്കാരെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡാൻസേഴ്സൊക്കെ ഉണ്ട്, സ്റ്റെപ്പൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ചമ്മലും ഉണ്ട്. പിന്നെ ഡാൻസേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയൊക്കെയോ പാടി. ഈ ക്യാമറ ഫീൽ ഉള്ളപ്പോ ഞാൻ വിചാരിക്കും, ഇങ്ങനെ ഇത്രയും ആളുകൾക്കിടയിൽ എങ്ങനെ ഇത്രയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾ എങ്ങനെ പെർഫോം ചെയ്യണത്? അതൊക്കെ ഒരു ധൈര്യത്തിലാണ് ഇതൊക്കെ പോണെ. ഈ കൂടുതൽ നിൽക്കുന്ന ആളുകളുടെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ ജഡ്ജസിന്റെ ഭാഗത്തുനിന്നും ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നും ക്രൂ മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാ സ്റ്റാർ സിംഗർ രീതിയിൽ? ഇപ്പൊ മെന്റേഴ്സിന്റെ ഭാഗത്തുനിന്നാണ്. മെന്റേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ അവിടെ ഗുരുകുലം കോൺവെന്റ് എന്ന ഒരു ഇതുണ്ടെങ്കിലും നമ്മള് ഗ്രൂമിങ്ങിനൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുക. മെന്റേഴ്സ് എല്ലാം ഒരുമിച്ച് ഇരുന്നിട്ടാണ് നമ്മൾ പാട്ട് പാടുക. അപ്പം ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഇപ്പൊ ഈ പാട്ടിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഫ്രണ്ട് കണ്ടസ്റ്റൻസ് ആണെങ്കിലും എല്ലാവരുമായിട്ടൊരു ഭയങ്കര നല്ല രീതിയിലാണ് പോകുന്നത്. ഈ ജഡ്ജസിൽ ആരായിട്ടാ കൂടുതൽ ഒരു ഐക്യം ഐക്യന്നില്ല, ഏറ്റവും കൂടുതൽ കമ്പനിയാണ്? ഞാൻ എപ്പോഴും ഫോട്ടോ കാണുന്നത് ചിത്രാമ്മന്റെ കൂടെയാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ചിത്രാമ്മന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എത്ര ഫോട്ടോ ഇട്ടാലും മതിയാവില്ല. ചെറിയൊരു പേടിയുണ്ട്, അടുത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു ചിത്രം പേടിയാണോ? പേടിയല്ല, നമുക്കൊരു റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു പേടി. ഓക്കെ. വാൻഡ് എത്ര കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്? ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഇങ്ങനെ അടുത്ത് പോയി ഫോട്ടോ ഒക്കെ എടുക്കും. എനിക്ക് ഓൾറെഡി ഇൻസ്റ്റ കണ്ടപ്പോൾ മനസ്സിലായി ഭയങ്കര ഇഷ്ടമാണ് ചിത്രാമ്മര്. ചിത്രാമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എൻ്റെ അമ്മ ഭയങ്കര ഫാനാണ്. അപ്പം ഒരു പാട്ടിന്റെ ഇടയ്ക്ക് എൻ്റെ പേരൻസിനെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ആ ടൈമില് അമ്മ ഭയങ്കരമായിട്ട് അങ്ങനെ അത് മകനിലൂടെ സംഭവിക്കാന്ന് പറയുന്നത് അല്ലേ ഭയങ്കര സന്തോഷമുള്ള. എനിക്ക് മിഥുന് അത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവുന്നത്. സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ പാടിയിൽ വെച്ചിട്ട് ഒരു നമുക്ക് പാടിയിട്ട് ഭയങ്കര സന്തോഷവും തൃപ്തിയും തോന്നിയിട്ടുള്ളൊരു പാട്ട്. അതെന്റെ ഞാൻ ഫസ്റ്റ് ഗോൾഡൻ സ്റ്റാർ കിട്ടിയ പെർഫോമൻസ് ചെമ്പക പുഷ്പസുവാസിതയാമ, പണ്ടത്തെ യവനിക എന്ന മൂവിയിലെ പാട്ടാണ്. അതിന്റെ ഒരു 4 വരി പാടാമോ? മൃദുപദനോ പുരനാദമുറങ്ങി വിധുകിരണങ്ങൾ മയങ്ങി
ഇതിലേ ഇതിലേ ഒരു നാൾ നീ വിടയോതിയ കഥ ഞാൻ ഓർക്കുന്നു, ഓർമ്മകൾ കണ്ണീർ വാർക്കുന്നു. ചമ്പക പുഷ്പസുവാസിതയാമം ചന്ദ്രികയുണരും യാമം. നൈസ്. ഈ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഇത് തന്നെയാണോ ഇപ്പൊ സ്റ്റേജിൽ പെർഫോമൻസിന് വേണ്ടിയുള്ളതൊക്കെ? ആ, തുടക്കത്തിലൊക്കെ നമ്മളായിരുന്നു. പിന്നെ മെൻറ്റേഴ്സ് സെലക്ട് ചെയ്ത് തരാൻ തുടങ്ങി. തുടക്കം ഞാനിപ്പോൾ ഈ പാട്ടൊക്കെ അച്ഛനാണ് സെലക്ട് ചെയ്തത്, തുടക്കം പാടിയ പാട്ടൊക്കെ. ഈ പാട്ട് നമ്മൾ പഠിച്ച് പെർഫോം ഏകദേശം ഇന്ന പാട്ടാണ് നമുക്ക് പാടാൻ വേണ്ടി പോകുന്നതെന്ന് ഫിക്സിന് ശേഷം പഠിക്കാൻ എത്ര ടൈം എടുക്കും ശരിക്കും? എനിക്ക് ലിറിക്സ് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ടൈം എടുക്കും. ഞാൻ പെട്ടെന്ന് മറന്നു പോകും. അപ്പം എനിക്ക് അങ്ങനെ തന്നെ 2-3 പാട്ടിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ലിറിക്സ് പെട്ടെന്ന് മറന്നുപോയി. അപ്പം ലിറിക്സിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക. അപ്പം ഒരാഴ്ച കൊണ്ടൊക്കെ പാട്ടൊക്കെ ഫുള്ള് പഠിച്ച് പിന്നെയൊക്കെ അവിടെ ചെന്നിട്ടുള്ള ഗ്രൂമിങ്ങിൽ ഉള്ള. എനിക്കിത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഒരു പാട്ട് കഴിഞ്ഞ ശേഷം ഒരു ചേച്ചി പറഞ്ഞതാണ്, അതായത് ഒരു മാജിക്, വിധുവിൻ്റെ പാട്ടിൽ ഒരു മാജിക് സംഭവിക്കുന്നു. ശരിക്കും അതാരാണ് പറഞ്ഞത്? അതെ, അതൊരു മാജിക് പലപ്പോഴും ഇതിൻ്റെ പാട്ടിൽ നമുക്ക് തോന്നാറുണ്ട്. എനിക്ക് അകലേന്ന് പാട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഇമോഷണൽ ആയിട്ടാണ് ആ പാട്ട് കൊണ്ടുപോയിട്ടുള്ളത്. സോ ആ പാട്ടിൻ്റെ റിസൾട്ട് വന്നപ്പം എന്തായിരുന്നു ശരിക്കും ആ പാടി കഴിഞ്ഞപ്പോഴുള്ള ഫീൽ? ആ പാട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആ പാട്ടിൻ്റെ ആ ടൈമിൽ എൻ്റെ അമ്മയുടെ ബ്രദർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ അതെല്ലാം മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങോട്ട് ഗോൾഡൻ സ്റ്റാർ അടിച്ചു, പക്ഷെ എനിക്കങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ല, ആ ഒരു ഇതിലായിരുന്നു. പിന്നെ ഞാൻ ആ പാട്ട് കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടാക്കി. എനിക്ക് ആ ഇമോഷണൽ ആ പാട്ടും കൂടെ പാടിയപ്പോഴത്തേക്ക് ടോട്ടല് ആളുകൾക്ക് അത് ഇഷ്ടമായി. ഇപ്പം സർഗോ സാറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ഷോ ഡയറക്ടറിന്റെ. സോ അദ്ദേഹം എപ്പോഴും നമ്മുടെ ആ ടീമിൽ മുഴുവനും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാണ് സെറ്റിൽ, എങ്ങനെയാണ്, അല്ലെങ്കിൽ സാറിന്റെ സപ്പോർട്ട് എത്രത്തോളാണ്? സെറ്റിൽ സാറ് ഭയങ്കര അടിപൊളിയാണ്. സാർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ സാറിന്റെ മുന്നത്തെ റിയാലിറ്റി ഷോസ് എല്ലാം ഹിറ്റ് ആയിരുന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കിയാൽ അറിയാം സാറിന്റെ ഇതറിയാം. സാർ ഭയങ്കര സപ്പോർട്ട്. സാറിന് നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് സാറിന് വേണം, അതാണ് സാർ പറയുന്നത്. നന്നായിട്ട് എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് വേണം നിങ്ങളുടെ അടുത്തുനിന്ന്. ഇരട്ടി കൊടുക്കുകയും ചെയ്യും. കാരണം അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് കൂടെ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും തോന്നും അല്ലേ? സാർ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് ഉള്ളത് തരാം. ഇപ്പം വോക്കൽ ട്രെയിനിങ് ആണെങ്കിലും ഇപ്പം പുറത്തുനിന്നൊരു എന്താ പറയാ വോക്കൽ ട്രെയിനറെ കൊണ്ടുവന്നായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് സെഷൻസ് ഒക്കെ തന്നു. സാറ് പറയുന്നത് എന്ത് ഹെൽപ്പ് വേണം തരാം, പക്ഷേ മാക്സിമം നല്ല ഔട്ട്പുട്ട് വേണം, നല്ലൊരു റിസൾട്ട് നന്നായിട്ട് നിങ്ങൾ പാടണം. അതാണ് അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. ഇപ്പം ഓൾറെഡി ഇപ്പം സ്റ്റാർ സിംഗർ ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ട്. സോ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടോ? പിന്നെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്യും, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോം ടൂർ വരുന്നുണ്ടല്ലോ, അപ്പം അവര് ഇതിൽ നിൽക്കുകയാണ്. ഇപ്പൊ എല്ലാവരും വീണ്ടും കാണാം. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെയാ? അയ്യോ അങ്ങനെ എല്ലാരും ഇപ്പൊ കാണുമ്പോ എല്ലാരും ഇട്ടിട്ടൊക്കെ, എന്നാലും ഒരാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അർജുനും ഞാനും ഒക്കെ. ഇപ്പം അർജുനും ഞാനും ദിൽരാജ് ചേട്ടൻ, ദീപു ചേട്ടനാണ് എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ എങ്കിലും സ്റ്റാർ സിംഗറിൽ ഒരു കൂട്ടുണ്ടാവില്ല. നമ്മൾ എവിടെ പോയാലും നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. സ്റ്റാർ സിംഗറിൽ ഒരു ഫ്രണ്ട് ടീം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വന്ന ടൈമിൽ ഞങ്ങള് 3 പേരായിരുന്നു വന്ന ടൈമിൽ ഭയങ്കര കമ്പനി. ഞാൻ, ജോയല്, റോബിന്, ഞങ്ങൾ 3 പേരുമായിരുന്നു അന്നും ഇന്നും ഭയങ്കര. ഞങ്ങളിപ്പോ ഈ ഇടയിൽ ഒരു ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ആഹാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാണ് എപ്പോഴും ഒരുമിച്ച് ഉള്ളത്. ഇവരാണ് എൻ്റെ മെയിൻ. ഇപ്പൊ വേറെ ഒരു സീസണിലും കിട്ടാത്തൊരു ഭാഗ്യം സീസൺ 10 ഉള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ചിത്രാമന്റെ ബർത്ത്ഡേ ആയിരുന്നു, ബിഗ് ബോസിന്റെ ലോഞ്ചിന്റെ ഒക്കെ ഭാഗമായിട്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡ്? അയ്യോ അതൊന്നും പറയണ്ട, അടിപൊളിയായിരുന്നു. ലാലേട്ടനെ നേരിട്ട് കാണുക എന്നുള്ളതൊക്കെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ്. നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അയ്യോ ഭയങ്കര സംസാരിച്ചോ? ഞാൻ അടുത്തിങ്ങനെ പോയിട്ട് പുറകിലിങ്ങനെ ഞങ്ങളിങ്ങനെ ലാസ്റ്റ് ചിത്രാമ്മയുടെ കേക്ക് മുറിക്കാൻ നേരം എല്ലാരെയും വിളിക്കുമല്ലോ കണ്ടസ്റ്റൻസ്. അപ്പൊ ഞാൻ ആദ്യം ഓടിയിട്ട് ലാലേട്ടന്റെ പുറകിൽ പോയിട്ട് ഇങ്ങനെ തൊട്ട് പുറകിലിങ്ങനെ നിന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ പിടിച്ച് ലാലേട്ടനെ പുറത്തൊക്കെ തൊട്ടൊക്കെ നോക്കി. അപ്പൊ ഭയങ്കര സന്തോഷം. ഞാനാണെങ്കിൽ ഒരു ഡൈ ഹാർഡ് എന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും എന്റെ ഫോട്ടോയിലും കൂടുതൽ ലാലേട്ടന്റെ ഫോട്ടോസ് ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലേ അമ്മാതിരി ഒരു. പക്ഷേ
എനിക്ക് അടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പം ഫോട്ടോ എടുത്തില്ല. ലാലേട്ടന് ടൈമും ഇല്ലായിരുന്നു, അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു. അപ്പം പെട്ടെന്ന് പോയി, തിരക്കായതുകൊണ്ട് പെട്ടെന്ന് പോയി. അപ്പം പക്ഷെ എന്തായാലും ആ ഫാൻ എൻജോയ് ചെയ്തു, അടുത്ത് പിന്നെ തൊട്ടൊക്കെ നോക്കി. അതിന് വലിയൊരു കാര്യം, മറക്കത്തേ ഇല്ല ഒരു ഒരിക്കലും മറക്കില്ല. ഈ ബാൻഡ് ഒക്കെ തുടങ്ങാന്ന് പറയുന്നത് കുറെ പേരുടെ ആഗ്രഹം. കറക്റ്റ് ആ ഒരു നമ്മുടെ മൈൻഡ് സെറ്റിൽ പറ്റിയിട്ട് ആളുകളെ കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട മ്യൂസിക് ആയിട്ട് കണക്ട് ആവുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്നാലേ ബാൻഡ് സക്സസ് ആവും. സോ അത് ആ ഒരു ബാൻഡിന്റെ സക്സസ് അല്ലെങ്കിൽ ഗ്രോത്തിന് നിങ്ങൾ എന്തൊക്കെ ഇപ്പൊ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്? ഇപ്പം പ്രോഗ്രാംസ് ഒക്കെ വരുന്നേ ഉള്ളു. പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ എൻക്വയറി ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ 2-3 എണ്ണം ചെയ്തു. അപ്പം റെസ്പോൺസ് ആണ്, നല്ല റെസ്പോൺസ് ആണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മെലഡി പരിപാടിയാണോ അതില്? മെലഡി ഉണ്ട്, പിന്നെ ഫാസ്റ്റ്, എല്ലാം കൂടെ കൂട്ടിയുള്ളൊരു സാധാരണ ബാൻഡൊക്കെ പോലെ തന്നെ എല്ലാവരും. ഓക്കെ, ഞാനൊരു റാപ്പിഡ് ഫയറിലേക്ക് പോവാണ്. ഓക്കെ, സ്റ്റാർ സിംഗറിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്? ഒരാളെ പറ്റുള്ളൂ, ഒന്നിൽ കൂടുതലാവാം, കുഴപ്പമില്ല. പക്ഷെ ബാക്കി ആൾക്ക് 14 പേരുടെ പേരും പറയുന്നത്. പക്ഷെ എല്ലാവരും യൂണീക്കാ, എല്ലാവരുടെയും സിംഗിങ് സ്റ്റൈൽ എല്ലാവരും യൂണീക്കാണല്ലോ. എല്ലാവരുടെയും ഇപ്പം സിംഗിങ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാവരുടെയും ടെക്സ്ചർ ആണെങ്കിലും വോയിസ് ആണെങ്കിലും എല്ലാം യൂണീക്കാണ്. ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഒരു ഭയങ്കര വാവ് മൊമെന്റ് തന്നിട്ടുള്ള കൃഷ്ണശ്രീയാണ്. കൃഷ്ണശ്രീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ പാട്ടിന് ഭയങ്കര. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടസ്റ്റന്റിന്റെ സൗണ്ടിൽ നമുക്ക് സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ സൗണ്ടിലൂടെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നു. പാടുമ്പോൾ ആ കൊള്ളാലോ എന്ന് തോന്നിയിട്ടുള്ള ഒരു സൗണ്ട് ആരുടെയാണ് കണ്ടസ്റ്റന്റിൽ? രണ്ടുപേരെ പറയാം. എനിക്ക് ഒന്ന് അർജുനാണ്, പിന്നെ ദിൽരാജ്. ഓക്കെ, യെസ്. ഒരു ടഫസ്റ്റ് കോമ്പറ്റീറ്റർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ? ടഫസ്റ്റ് അർജുൻ. എന്തുണ്ടാ അർജുൻ? അയ്യോ, അങ്ങനെ ചോദിച്ചാല് അങ്ങനെയൊന്നുമില്ല, എങ്കിലും ആള് നമുക്കൊരു ടഫസ്റ്റ്. അങ്ങനെയല്ലേ, എല്ലാരും ആയിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് എനിക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് നമ്മളവിടെ എല്ലാരും ഭയങ്കര ചില്ലാണല്ലോ. എങ്കിലും നിങ്ങൾക്ക് ഇതൊരു മത്സരമാണ്, ഇതിൽ ഒരാളെ വിൻ ചെയ്യൂ എന്നതും മനസ്സിലുണ്ടാവില്ലേ? അതുണ്ടാവും. ഓക്കെ, അങ്ങനെ ഇപ്പൊ അർജുനെയാണ് തോന്നിയിട്ടുള്ളത്? അർജുനാണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഒരു ഫേവറേറ്റ് ഡുവറ്റ് പാർട്ട്ണർ? കൃഷ്ണശ്രീ ആയിട്ട് പാടിയിട്ടുണ്ട് തോന്നുന്നല്ലേ? കൃഷ്ണശ്രീ ആയിട്ട് ഞങ്ങൾ റീൽ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഷോയില് പാടിയിട്ടില്ല. പാടാൻ നല്ല അധികം ആഗ്രഹമുണ്ട്. അങ്ങനെ പാടുന്ന കൃഷ്ണപ്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് ഇന്ന് പാട്ട് പാടാം, അങ്ങനെ ഒരു മനസ്സിലാഗ്രഹം എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളിങ്ങനെ ഒരു പാട്ടൊക്കെ ഇടയ്ക്ക് പാടണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, കുശലം പറയാറുണ്ട് അതൊക്കെ. ഓക്കെ, ഒരു ഫേവറേറ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഓൾറെഡി പറഞ്ഞ അവിടുത്തെ ഫ്രണ്ട്, ഒരു ഫേവറേറ്റ് ജഡ്ജ് ഒരാള് പറയുകയാണെങ്കിൽ? മെന്ററാ, അതായത് ജഡ്ജസ് അല്ലാതെ മെന്ററായിട്ട് കൂടെ നിൽക്കില്ലേ? ജഡ്ജസ് പറഞ്ഞോളൂ, ഓൾറെഡി ചിത്രാമന്റെ പേര് പറഞ്ഞു. അത് എന്റെ മെന്റർ തന്നെയാണ്, അശ്വിൻ. എനിക്ക് പിന്നെ പക്ഷെ മെന്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഞാനിപ്പം എൻ്റെ മെന്റർ അശ്വിൻ ചേട്ടൻ ആണെങ്കിലും ഞാൻ പാട്ടിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള മെന്റേഴ്സിൻ്റെ അടുത്തും പോകാറുണ്ട്. നൗഷാദ് മാഷിൻ്റെ അടുത്ത് പോകാറുണ്ട്, പിന്നെ അരുൺ ചേട്ടൻ്റെ അടുത്ത് പോകാറുണ്ട്. ഞാൻ അങ്ങനെ അവിടെ അങ്ങനെ ഒന്നുമില്ല, എല്ലായിടത്തും നമുക്ക് ഇപ്പം ഞാൻ അശ്വിൻ ചേട്ടൻ്റെ അടുത്ത് പോകണം. അതെ പറഞ്ഞു തരാൻ അവിടുത്തെ ആളുകൾ റെഡിയാണ്. പിന്നെ തീർച്ചയായിട്ടും. അപ്പം ഈ സീസൺ 10 കണ്ടതും അല്ലെങ്കിൽ ടി വിയിൽ കണ്ടതും ആയിട്ടുള്ള ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ? ഗോൾഡൻ സ്റ്റാർ കിട്ടിയ എല്ലാ പെർഫോമൻസും എനിക്ക് ഫേവറേറ്റ് ആണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു എനിക്ക് നമ്മുടെ കൃഷ്ണശ്രീയുടെ ലഘുജാഗലെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദിൽരാജിന്റെ പറയാൻ മറന്നത്, പിന്നെ നമ്മുടെ അർജുൻ്റെ മേരിമ അങ്ങനത്തെ സോങ് ഇല്ലേ, മേരിമ അർജുൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്, പാട്ട് കേൾക്കുന്ന ഒരാളാണ്, പാടാൻ ഇഷ്ടമുള്ള ആളാണ്. ഞാൻ കുറച്ച് വേർഡ്സ് പറഞ്ഞു, അത് വെച്ച് കണക്ട് ചെയ്ത് പാട്ടുകൾ പാടാൻ പറ്റും? ഓക്കെ, ആദ്യത്തെ മഴ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു പാട്ട്? ഫുൾ പാടണം? ഫുൾ പാടില്ലെങ്കിൽ ഒരു 5-6-7-8 പരിപാടികളെങ്കിലും. മഴ ഞാനറിഞ്ഞിരുന്നില്ല, നിന്റെ കണ്ണുനീരെന്നുള്ളിലുതിരും വരെ, വെയിൽ ഞാനറിഞ്ഞിരുന്നില്ല, എൻ്റെ ഉള്ളിൽ നിൻ ചിരി നേർത്തു പടരും വരെ, മഴ ഞാനറിഞ്ഞിരുന്നില്ല,
നിന്റെ കണ്ണുനീരെന്നുള്ളിലുതിരും വരെ. പാടുന്ന സമയത്ത് ഇത് പാടുന്ന സമയത്ത് നമ്മളെ റിയൽ വോയിസ് ഇല്ലേ, അതായത് നമ്മളെ എപ്പോഴാണോ റിയൽ ആ പാട്ട് കേൾക്കണേ അതുപോലെ തന്നെ പലപ്പോഴും തോന്നുക. പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? ഇങ്ങനെ റീൽസ് ഒക്കെ ഇടുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നി വെറുതെ അല്ല, കറക്റ്റ് അങ്ങനെ ഫീൽ ചെയ്യണേ. ഓക്കെ, അപ്പം ഇപ്പൊ ഓൾറെഡി പാട്ട് പാടുന്ന ആൺകുട്ടികളെ പൊതുവെ പെൺപിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവുമല്ലോ ഇൻസ്റ്റ നിറച്ചും. പ്രപ്പോസൽസ് ഉണ്ട്. എങ്ങനെ ഇവരൊക്കെ ഇത്രയും ആരാധകനെ എങ്ങനെ നിയന്ത്രിക്കണേ ശരിക്കും? ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. അപ്പൊ എനിക്കിപ്പം പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് മെസ്സേജ് അയക്കുന്നതല്ലേ, അപ്പൊ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. താങ്ക് യു പറഞ്ഞ് റിപ്ലൈ കൊടുക്കാറുണ്ട് എല്ലാവർക്കും, മിക്കവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ജാടുന്നുണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും മറുപടി കൊടുക്കുന്ന ഒരാളാണെന്നൊക്കെ. ഇനി റിപ്ലൈ കിട്ടാത്തവർ ഇപ്പൊ നോക്കി എല്ലാവർക്കും മറുപടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ചെക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇപ്പൊ പ്രണയം പാടിസ്ഥിതിക്ക് വിരഹം. പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ പിറയായ നീ, അന്നെൻ്റെ ഉൾച്ചുണ്ടിൽ തേൻ തുള്ളി നീ, ഇനി എൻ്റെ ഉൾപ്പൂവിൽ മിഴിനീരു നീ, എന്തിനു വിതുമ്പല ചേരുന്നു നീ, പോകൂ വിഷാദരാവേ എന്നിദ്രയിൽ പുണരാതെ നീ. ആ ഫീല് കിട്ടി കറക്റ്റ്. ഓക്കെ, ഇനിയിപ്പം വിരഹം പറഞ്ഞു, പ്രണയം പറഞ്ഞു, ഇനി സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്. മഞ്ഞിൻ കവിൽ ചേരുന്നൊരു പൊൻവേലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയെ, കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ, ചേലുള്ളവയെല്ലാം വരവാകുന്നതുപോലെ, പുലരുളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം, കാറ്റാടിത്തണലും തണലത്തരമതിലും, മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും, മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളിക്കണ്ണും, കളിയൂഞ്ഞാലാടും നീടനാഴിയില. പാട്ടെനിക്ക് വലിയ പിടിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങളൊക്കെ ഈ പാട്ട് പാടുന്ന പിച്ച് വരെ ഞാനെവിടെയോ വോയിസ് എവിടെയോ പോകും. രസമായിട്ട് പാടുന്നു. എനിക്ക് തോന്നുന്നു ഈ 4 മാസം കൊണ്ട് തന്നെ ഓൾറെഡി ഒരുപാട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് വിധു. എനിക്കൊന്ന് പാട്ടിലൂടെ ഒരാളുടെ ഭയങ്കര ഇഷ്ടം പിടിച്ചെടുക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാണാത്ത, ഇതുവരെ നേരിട്ട് സംസാരിക്കാത്ത ആളുകളാണ് എവിടെയോ ഇരുന്ന് വോട്ടിലൂടെ ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. സോ അവരോട് എന്താ പറയാനുള്ളത് ശരിക്കും ഈ സ്നേഹത്തിന്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പം എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരുടെയും, ഇപ്പം ഞാനിപ്പോൾ പാടുന്ന പാട്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി തുടർന്നും എന്നെ മാത്രമല്ല ഞങ്ങളെ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഓഡിഷൻ പ്രോസസ്സിങ് എങ്ങനെയാണ് ശരിക്കും? ഏതൊക്കെ റൗണ്ടിൽ ഏതൊക്കെ പാട്ടുകളാണ് പാടിപ്പിക്കുക? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ്? ഓഡിഷൻ ഇപ്പം നമ്മൾ സാധാരണ ഏത് ഓഡിഷനും നമ്മൾ ഒരു മെലഡി, ഒരു സെമി ക്ലാസിക്കൽ, ഒരു ഫാസ്റ്റ് നമ്പർ, ഇതാണ് മെയിൻ പാടേണ്ട പാട്ടുകൾ. അപ്പം സ്റ്റാർ സിംഗറിൻ്റെ ആണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്ന മെഗാ ഓഡിഷന് മുമ്പായിട്ട് ഒരു 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കോട്ടയത്തായിരുന്നു, പിന്നെ ഉള്ളതെല്ലാം ഇവിടെ കൊച്ചിയിലായിരുന്നു. അവിടെയൊക്കെ പാടിയ പാട്ടുകളൊക്കെ സെയിം ആണോ, ഡിഫറെന്റ് സോങ്സുകളൊക്കെ പാടി? ഫസ്റ്റ് 2 ഓഡിഷനിൽ ഞാൻ സെയിം പാട്ടുകൾ പാടി. പിന്നെ 3rd, 4th അവർ പിന്നെ വിളിച്ച് പറയും നേരത്തെ പാടിയ പാട്ട് പാടണ്ട, പുതിയ പാട്ട് പഠിക്കാൻ. അപ്പം അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടുള്ള ഓഡിഷൻസ് ഒക്കെ. ഏതൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട്? ഞാൻ നിറങ്ങളെ പാടി, പിന്നെ ഓമനെ നീയൊരോമൽ ഭാ ആ പാട്ട് പാടി. അങ്ങനെ കുറച്ച് പാട്ട് മെഗാ ഓഡിഷനിലാണ് നമ്മൾ കറക്റ്റ് ഒരു പഠിച്ച് നമ്മളൊരു ഓർക്കസ്ട്ര വിത്ത് ഓർക്കസ്ട്ര നമ്മൾ പാടുന്ന മെഗാ ഓഡിഷനായിരിക്കും. അത് ഞാൻ ഓർക്കായിരുന്നു ആ സമയത്ത് ഓഡിഷനിൽ എങ്ങനെ പങ്കെടുത്തു, എങ്ങനെ പാടി. അത് ഓഡിഷൻ എങ്ങനെയായിരുന്നു? മഞ്ഞ് പെയ്യുന്ന ഒരു ഫീൽ ആയിരുന്നു. പിന്നെ എനിക്ക് ഇപ്പം ഇവിടെ ഇരിക്കുമ്പോഴും ടെൻഷൻ ഉണ്ട്. എനിക്ക് ഇതിന്റെ ഇരട്ടിയാണ് ആ സ്റ്റേജിൽ കയറുമ്പോൾ. കാരണം അവരൊക്കെ ഇരിക്കല്ലേ, ചിത്രാമ്മയൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ പാടുമ്പോൾ ഒരു ടെൻഷൻ. ഇത്ര ആളുകളും വലിയ സ്റ്റേജും ലൈറ്റ്സ് എല്ലാം കൂടി
ഓക്കെ. പാട്ട് അങ്ങനെ ഞാനങ്ങനെ പാട്ട് പെട്ടെന്നല്ലേ പാട്ടിലേക്കുള്ള ഒരു ഷിഫ്റ്റ്, അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ. ഈ മെഗാ ഓഡിഷനിൽ പാടിയ ഒരു ഫാസ്റ്റ് നമ്പർ ആണ് ഇപ്പൊ എനിക്ക് പാടി തരാൻ വേണ്ടി പോകുന്നത്. അതെ അതെ. ഓക്കെ, അപ്പൊ കേൾക്കാം. രാവിൽ തേടും പൂങ്കാറ്റേ ആടിപ്പാടാ നീയും പോരാമോ, ആര്യങ്കാവിൽ വേല കഴിഞ്ഞു, ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു, ആറ്റിലാടുന്ന ആമ്പൽ പൂവിൻ്റെ തേൻ നുകർന്ന് വരാം, ചെല്ലപ്പൂ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും തരാം, രാവിൽ തേടും പൂങ്കാറ്റേ ആടിപ്പാടാ നീയും പോരാമോ. ഫാസ്റ്റ് നമ്പർ ആയാലും മെലഡി ആയാലും വിധുരഞ്ജന സിമ്പിൾ ആണ്. ഇവിടെ എല്ലാം പോകും. ഫാസ്റ്റ് പാടാൻ കുറച്ച് കുറച്ച് ടാസ്ക് ആണ് എനിക്ക്. ഫാസ്റ്റ് പാടാൻ കുറച്ച് പക്ഷെ മെലഡി പാടിയേ ഫാസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു നല്ല. പക്ഷെ എനിക്ക് ഇവിടെ എല്ലാം അടിപൊളിയാണ്. രസമായിട്ട് പാടുന്നുണ്ട്. വിജയന്റെ ഇനിയും ഈ ഡ്രീം അനുസരിച്ച്, അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു ഡ്രീം ആയിരുന്നു, ഇപ്പൊ അത് ഇതിന്റെ ഡ്രീമായിട്ട് അത് മാറിക്കഴിഞ്ഞു. ആൻഡ് ഞങ്ങളും കാത്തിരിക്കുകയാണ് ലാസ്റ്റ് ഒരു ഫൈനലിലേക്ക് വരാൻ വേണ്ടി. ഒരുപാട് ആളുകൾ ഒത്തിരി ആഗ്രഹിക്കുന്ന പോലെ ഞാനും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഫൈനൽ വെച്ച് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.